ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളുടെ അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ആര്യൻ പിന്നെ നമ്മുടെ പട്ടാ ഗേൾസ് ആദില, നൂറ, അനുമോളുടെ ഒക്കെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് പ്രാങ്ക് കൊടുക്കാം. എന്റെ സീക്രട്ട് ടാസ്ക് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് പ്രാങ്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത്. അപ്പൊ ഇവരും അതിന് കൂട്ടു നിൽക്കാം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇവര് പക്ഷെ പറയുന്നത് വേറെ പലതുമാണ് കേട്ടോ. ഇവര് പറഞ്ഞതും പിന്നെ പിന്നീട് അക്ബറിന്റെ അടുത്തും പിന്നെ അനീഷിന്റെ അടുത്തും ചെയ്തതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശയനപ്രതിഷ്ഠം ചെയ്യിപ്പിക്കാം, ഗാർഡൻ ഏരിയയിൽ കൂടെ മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും എല്ലാം ഒരു 20 റൗണ്ട് ആരും കാണാതെ ശയനപ്രതിഷ്ഠം ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഐഡിയ ഒക്കെ ആദില പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മള് മിക്കവാറും നാളെയോ വല്ലോ ലൈവിനകത്ത് കാണാനായിട്ടുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയും നന്നായിട്ട് തന്നെ ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താവും എന്നുള്ളതൊക്കെ കണ്ടറിയാം. ഇത് കഴിഞ്ഞിട്ട് ആര്യനും പിന്നെ അതേപോലെ അക്ബറും സാബുമാനും മൈക്ക് മാറ്റാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇവർ ഈ സ്റ്റോർ റൂമിനകത്ത് കയറിയ സമയത്ത് അനുമോളും പിന്നെ ആദിലാനും പറയും പട്ടാ ഗേൾസ് സ്റ്റോർ റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നുണ്ട്. എന്നുവെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റാത്ത പോലെ അവര് വലിച്ചു പിടിക്കുന്നുണ്ട്. ആ രീതിയിലാണ് വലിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവർ ഓർത്തോളുമല്ലോ ബിഗ് ബോസ് പൂട്ടിയിട്ടേക്കുന്നതാണെന്ന് അങ്ങ് ഓർത്തോളുമല്ലോ. അപ്പൊ അക്ബറോ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്, മിഡ് വീക്ക് എവിക്ഷൻ ആണോ ബിഗ് ബോസ്, ഞങ്ങളെ തുറന്നു വിടും ബിഗ് ബോസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബർ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് മനസ്സിലായി ആരോ ഒരാൾ വലിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് പിന്നെ തുറന്നു വിട്ടിട്ട് അവരങ്ങ് ഓടുന്നുണ്ട് അതിലെ ഇതൊക്കെ. പക്ഷെ ഇവര് പൊക്കി, കൈയോടെ പൊക്കി. അക്ബറും സാബുമാനും ഒക്കെ കൈയോടെ പൊക്കി. പട്ടാ ഗേൾസ് ആണെന്ന് മനസ്സിലായി. ഇത് കഴിഞ്ഞ് പിന്നെ അനീഷ് സ്റ്റോർ റൂമിൽ കയറാനായിട്ട് പോയി കേട്ടോ. അനീഷ് ഒറ്റയ്ക്കാണ് സ്റ്റോർ റൂമിൽ പോയത്. അപ്പൊ ഷാനവാസിന്റെ ബാറ്ററിയും കൂടി എടുത്തു. ഷാനവാസ് ഉറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെയും കൂടി ബാറ്ററി എടുത്തു. ഈ സമയത്ത് വീണ്ടും പട്ടാ ഗേൾസ് ഇതേ പണി തന്നെ ഒപ്പിച്ചു. ഡോറ് വലിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു, തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അനീഷ് ബിഗ് ബോസ് എന്തേലും വാ തുറന്നൊന്ന് പറ ബിഗ് ബോസ്, എന്നെ തുറന്നു വിട് ബിഗ് ബോസ് എന്നുള്ള പറഞ്ഞ അക്ബർ അനീഷ് അവിടെ കിടന്ന് ഇച്ചിരി ഒരു എന്താ പറയാ വെപ്രാളം കാണിച്ചു. ഈ സമയത്ത് ഇവര് വിട്ടിട്ടങ്ങ് ഓടുന്നുണ്ട്. ഷാനവാസ് അവിടെ ഇരിക്കുന്നതായിട്ട് അനീഷ് കാണുന്നുണ്ട്. ആദ്യം ഡൗട്ടൊന്നും ഇല്ലായിരുന്നു ഷാനവാസിന്. ഷാനവാസാണ് വലിച്ചു പിടിച്ചിരിക്കുന്ന കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ തവണ അത് വലിച്ചു പിടിച്ചിരുന്നത് ഷാനവാസ് ആണ്. എന്നിട്ട് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഞാനാണ് എന്നുള്ള രീതിയിൽ. പിന്നെ അനുമോളും എല്ലാരും പറയുന്നുണ്ട് ഷാനവാസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനീഷിനെ വിശ്വസിപ്പിച്ചു. ആദ്യത്തെ തവണ ഇവരല്ല ചെയ്തത്, ബിഗ് ബോസ് തന്നെ പൂട്ടിയതാണെന്നുള്ള രീതിയിൽ വിശ്വസിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള പ്രാങ്കുകളും പരിപാടികളും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ ഒരുപാട് കാണും. കാരണം ലൈവ് ഇപ്പൊ പൊതുവെ ഡ്രൈ ആണ്. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ അല്ലാതെ പൊതുവെ വേറൊന്നും നടക്കുന്നില്ല. ഭയങ്കര ശാന്തമായ രീതിയിലുള്ള ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മത്സരാർത്ഥികൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകള് ഹൗസിൽ ഒരു വീട്ടിനകത്ത് മെമ്പേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. കുറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് കുറയും. അപ്പൊ ആ ഒരു ഒച്ചയും ബഹളവും കാര്യങ്ങളും അനക്കവും ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താവും എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. ആര്യന്റെയും പട്ടാ ഗേൾസിന്റെയും ഈ ഒരു പ്ലാൻ എന്താവും എന്നുള്ളത് കണ്ടറിയാം. അതിന്റെ ഒരു തുടക്കം എന്ന പോലെ ആയിരിക്കണം അനീഷിനെയും അക്ബറിനെയും ഒക്കെ ഇവർ പറ്റിച്ചത്. കണ്ടറിയണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇതിനി ഫൈറ്റ് ആവോ എന്നൊക്കെ ഉള്ളതാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.